ബൈനറി സബ്ട്രാക്ഷൻ യൂസിങ് വൺസ് കോംപ്ലിമെൻറ്റ്. സാധാരണ രീതിയിൽ നമ്മളൊരു ഇലക്ട്രോണിക് സർക്യൂട്ടറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ബൈനറി കാൽക്കുലേഷൻസാണ് അവിടെ നടക്കുന്നത്, ഓണും ഓഫും. അപ്പോൾ അതിൽ നമുക്കായാലും ഈ സബ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, കൂട്ടാൻ എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബൈനറി സബ്ട്രാക്ഷൻ യൂസിങ് വൺസ് കോംപ്ലിമെൻറ്റ് വെച്ചിട്ടുള്ളൊരു സബ്ട്രാക്ഷൻ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ 2's കോംപ്ലിമെൻ്റ് ഉണ്ട്, 7's കോംപ്ലിമെൻറ്റ്, 8's കോംപ്ലിമെൻ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് 1ഉം 2 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ സാധാരണ രീതിയിൽ നമ്മൾ ഒരു സബ്ട്രാക്ഷൻ നടത്താമെന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന വാല്യൂ ബിയിൽ നിന്ന് എയിൽ നിന്നും ബി മൈനസ് ചെയ്തിട്ട് സി നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ പ്ലസ് ബി എന്ന് പറയുന്നതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. ഇത് നിങ്ങൾ നോക്കണ്ട, ഇതിന് ലോജിക്ക് അപ്ലൈ ചെയ്തിട്ടൊന്നും നിങ്ങൾ എന്താ പറയുക അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 10101 എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ട്. നമ്മൾ ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 21 ആണ് വരിക. 01011 എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ട്, നമുക്ക് ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 11 എന്ന് പറയുന്ന വാല്യൂ വരും. ഓക്കെ, സോ ഇത് നമ്മൾ നോർമലി ഈ 21 നിന്ന് 11 കുറയ്ക്കുമ്പോൾ നമുക്ക് 10 ഉത്തരം കിട്ടുക. ഡെസിമലിൽ നമുക്ക് 10 ഉത്തരം കിട്ടുക. അതുപോലെ ഇവിടെ നമ്മൾ ഈ ബൈനറി സബ്ട്രാക്ഷൻ യൂസിങ് വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്. ബി എന്ന് പറയുന്ന ഈ ഒരു പോർഷനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എടുക്കും. വൺസ് കോംപ്ലിമെൻ്റ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന വാല്യൂസിൻ്റെ നേരെ ഓപ്പോസിറ്റ് വാല്യൂസ് എഴുതുന്നു. അപ്പോൾ ഫസ്റ്റ് എ പാട്ട് ഒടുക്കിയെടുത്ത് എഴുതുന്നു, 10101 എടുത്ത് എഴുതുന്നു. ദെൻ 01011 എന്ന് പറയുന്ന പാട്ടിന് നമ്മൾ എന്താക്കി, 0ക്ക് വരും 1, 1ന് വരും 0, 0ക്ക് വരും 1, 1ന് വരും 00, അങ്ങനെ ഓപ്പോസിറ്റായിട്ട് എടുത്ത് എഴുതും. എന്നിട്ട് നമ്മൾ കുറയ്ക്കുന്നതിന് പകരം, ഇപ്പോൾ ഇതിൽ നിന്നും ഇത് കുറയ്ക്കുകയാണ് നമ്മുടെ ഉദ്ദേശമല്ലോ, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കുറയ്ക്കുക എന്ന് പറയുന്നത്, സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, എന്നിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ബൈനറി അഡീഷൻ അനുസരിച്ച് ആഡ് ചെയ്യുന്നു. 1 0 1ഉം 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 0 വരും, ക്യാരി 1 1 1 1 0 ക്യാരി 1. ഇപ്പോൾ ഇവിടെ നമുക്ക് 1 2 3 4 5 5 ബിറ്റിൻ്റെ 2 വാല്യൂസ് തമ്മിലാണ് ഈ അഡീഷൻ നടന്നത്. നമുക്ക് ഇവിടെ 6 ബിറ്റ് കിട്ടി. 1 2 3 4 5 6 6 ബിറ്റ് കിട്ടി. അപ്പോൾ ഈ എൻഡ് വാല്യൂ 1 ആണെങ്കിൽ അത് പോസിറ്റീവായിരിക്കും. ഒപ്പം തന്നെ അതെന്ത് ചെയ്യാണ്, ഇതിന് നമുക്ക് ഈ കാണുന്ന ബാക്കിയത്തെ വാല്യൂസിൻ്റെ കൂടെ ഒന്നും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, സോ അതാണ് ഈ ഒരു പോർഷനിൽ. ഓക്കെ, സോ ഇവിടെ നമ്മുടെ റിസൾട്ട് 10101 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ റിസൾട്ടിൻ്റെ കൂടെ ഈ 1നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആഡ് ചെയ്തു. വിച്ച് മീൻസ് 01001ൻ്റെ കൂടെ 1നെ ആഡ് ചെയ്തു. നമുക്ക് എന്ത് കിട്ടും, 01010 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ കിട്ടും. അപ്പോൾ ഈ വാല്യൂവിനെ നമ്മൾ ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് 10 എന്ന് പറയുന്ന നമ്പറായിട്ട് കിട്ടും. നമ്മൾ സാധാരണ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ചെയ്യുമ്പോൾ ഇതൊരു റെഗുലറായിട്ടുള്ളൊരു സബ്ട്രാക്ഷനാണ് ചെയ്തിരിക്കുന്നത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ വാല്യൂവിനെ മൈനസ് ചെയ്യുന്ന ഇതാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നോക്കിയാൽ 01010 എന്ന് കിട്ടിയില്ലേ, വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്തപ്പോഴും നമുക്ക് 01010 എന്ന് കിട്ടി. അപ്പോൾ വിച്ച് മീൻസ് എൻഡ് ക്യാരി നേരത്തെ ഇവിടെ 1 കിട്ടിയത് കൊണ്ട് ഇതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറച്ചത് 21 മൈനസ് 11 വിച്ച് ഈസ് ഈക്വൽ ടു 10 ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അതാണ് ഫസ്റ്റത്തെ ഒരു കേസ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ എടുക്കുക, 01011 11 എന്ന് പറഞ്ഞ വാല്യൂ ആണത്. 10010 18 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എടുക്കുന്നു. വൺസ് കോംപ്ലിമെൻ്റ് എടുത്തിട്ട് ചെയ്യുമ്പോൾ 01011 ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ 01101 എന്ന് വെച്ചിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ നമ്മൾ അഡീഷൻ ചെയ്തു. അഡീഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 110 11 0 ക്യാരി 1 വരും, 110 ക്യാരി 1 110 പ്ലസ് 11 ക്യാരി 1 ഇങ്ങനെ വരും. അപ്പോൾ നോക്കി 1 2 3 4 5 1 2 3 4 5. സോ നമുക്ക് ഇവിടെ ഇപ്പോൾ ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻഡ് ക്യാരി ഒന്നും വന്നില്ല. വിച്ച് മീൻസ് ഇവിടെ
ക്യാരി എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് ക്യാരി ഒന്നും വന്നില്ല. ഇവിടുത്തെ 5 ബിറ്റ് തന്നെയാണ്, ഇവിടെയും 5 ബിറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ക്യാരി ഒന്നും വരാത്തത് കൊണ്ട് ഇത് നെഗറ്റീവ് നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട്. സോ ക്യാരി ഒന്നും ഇല്ല. സോ എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണണം. ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണാം. 0നെ 1 ആക്കി, 0നെ 1 ആക്കി, 0നെ 1 ആക്കി, 1നെ 0 ആക്കി, 1നെ 0 ആക്കി. സോ ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് 0 0 1 1 1. സോ നിങ്ങൾ നോക്കുക, 11 നിന്ന് 18 കുറച്ചിട്ടുണ്ടെങ്കിൽ എന്താ വരിക, 11 നിന്ന് 18 കുറച്ചിട്ടുണ്ടെങ്കിൽ -7 ആണ് നമുക്ക് ആൻസർ വരിക. സോ 0 0 1 1 1 എന്ന് പറയുന്നത് ബൈനറി ടു ഡെസിമൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 7 ആണ് വരിക, വിച്ച് മീൻസ് -7 ആണ് ഇതിൻ്റെ ആൻസർ വരിക. ഇതാണ് വൺസ് കോംപ്ലിമെൻറ്റ് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 കേസ് ഉണ്ട്. എൻഡ് ക്യാരി 1 വരികയാണെങ്കിൽ അത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പോൾ ആ ക്യാരീനെ കിട്ടിയ റിസൾട്ടിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇനി എൻഡ് ക്യാരി ഒന്നുമില്ല, 0 ആണ് വരുന്നത്, അവിടെ ഒരു ക്യാരീസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ അത് വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ നമ്പറിന് എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ കോംപ്ലിമെൻറ്റ് കാണണം. ആ കോംപ്ലിമെൻറ്റ് കിട്ടുന്നത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഇതാണ് വൺസ് കോംപ്ലിമെൻറ്റ് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ.